وأتم علينا النعمة وأكمل الدين وهدانا إلى التوحيد الخالص. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, കാരുണ്യവാനായ നമ്മുടെ റബ്ബ് നമ്മുടെ നന്മക്കായി നിർദ്ദേശിച്ച കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ യഥാവിധം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണേ എന്ന് ഉപദേശിക്കുകയും വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. സമസ്ത മേഖലകളിൽ റബ്ബിനെ യഥാവിധം സൂക്ഷിച്ച് ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു റമളാനിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നു. ആമുഖങ്ങളില്ലാതെ റമളാൻ അടുത്തിരിക്കുന്ന കാര്യം എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒന്നാണ്. കഴിഞ്ഞ റമളാൻ കഴിഞ്ഞ് അധിക ദിനമൊന്നും ആകാത്തതുപോലെയാണ് നമ്മുടെ എല്ലാം ചിന്തകളിൽ ഇന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അസ്സലവാത്തുൽ ഖംസ വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വറമളാന ഇലർ റമളാൻ മുകഫിറാത്തുൻ മാ ബൈനഹുമാ ഇദാ ജതനബൽ കബായിർ. 5 നേരത്തെ നമസ്കാരങ്ങൾ ഒരു ജുമുഅ കഴിഞ്ഞാൽ മറ്റൊരു ജുമുഅ വരെ, ഒരു റമളാൻ കഴിഞ്ഞാൽ മറ്റൊരു റമളാൻ വരെ, അതിൻ്റെ ഇടയിൽ വൻപാപങ്ങളൊന്നും ചെയ്യാതെ ഒരാൾ ജീവിച്ചാൽ അവന്റെ മറ്റു ചെറുപാപങ്ങളും മറ്റും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കും. അപ്രകാരമായിരിക്കും അവന്റെ ജീവിതം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മെ ഉണർത്തുന്നത്, പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ റമളാൻ കഴിഞ്ഞ് ഈ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനിരിക്കുമ്പോൾ കഴിഞ്ഞ റമളാനിൽ നമ്മൾ നേടിയെടുത്ത തഖ്വ,
കഴിഞ്ഞ റമളാനിൽ നമ്മൾ നോമ്പിലൂടെ നേടിയെടുത്ത ഈമാൻ, കഴിഞ്ഞ റമളാനിൽ നമ്മൾ ശീലമാക്കിയ സൽപ്രവർത്തികൾ, അതൊക്കെ ഈ റമളാൻ വരെ തുടർച്ചയായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്തയാവട്ടെ ഈ റമളാനിന്റെ തുടക്കത്തിൽ നമുക്കുണ്ടാകേണ്ടത്. ഈ റമളാൻ നമ്മുടെ മാറ്റത്തിനുള്ള ഒരു റമളാനായി മാറുമോ എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടാകണം. നമ്മുടെ എല്ലാം വീടുകളിൽ ചെറിയ കുട്ടികളുണ്ടാകും. അതല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒന്നാമതായി നോമ്പ് നോറ്റ ദിനങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ ഓർത്തെടുത്താൽ, ആ ദിനത്തിൽ നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി ഒരുക്കിയ വിഭവങ്ങൾ, നമ്മുടെ ഉപ്പ അത് തയ്യാറാക്കാൻ വേണ്ടി ഉമ്മാക്ക് വാങ്ങിച്ചു കൊടുത്ത കാര്യങ്ങൾ, അതല്ലെങ്കിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾ ഒന്നാമതായി നോമ്പ് നോൽക്കുമ്പോൾ ആ മകന് വേണ്ടി, ആ മകൾക്ക് വേണ്ടി ഉമ്മയും ഉപ്പയും ഒരുക്കുന്ന ഒരുക്കങ്ങൾ, അത് എത്രമേൽ വലിയൊരു ഒരുക്കമായിരിക്കും, എത്രമേൽ വലിയൊരു സന്തോഷമായിരിക്കും. എന്നാൽ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമുക്ക് വേണ്ടതെല്ലാം സംവിധാനിച്ചു തന്ന നമ്മുടെ റബ്ബ്, കാരുണ്യവാനായ നമ്മുടെ റബ്ബ്, ആ റബ്ബിന് വേണ്ടി നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ ആ റബ്ബിന്, ആ സൃഷ്ടാവിന് എത്രമേൽ സന്തോഷം നമ്മുടെ കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളത് നാം എത്ര കണ്ട് ആലോചിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി ഇമാം മുസ്ലിമും ബുഖാരിയും ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുല്ലു അമലിൻ ഇബ്നു ആദമ ലഹു ഇല്ല സൗം. ഓരോ മനുഷ്യരും, ആദമിന്റെ സന്തതികളായ മനുഷ്യർ, അവനവൻ പ്രവർത്തിക്കുന്ന ഓരോ അമൽ സ്വാലിഹാത്തുകളും അതെല്ലാം അവർക്കുള്ളതാണ്. ഇല്ല സൗം വഇന്നഹു ലി വഅന അജ്സി ബിഹി. നോമ്പ് എന്നുള്ളത് അത് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം രേഖപ്പെടുത്തുക ഞാൻ മാത്രമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നമസ്കാരം, ഹജ്ജ്, സ്വതഖകൾ, ഇതൊക്കെ എന്തുമായിക്കൊള്ളട്ടെ, ഈ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് നാം ചെയ്യുന്നത്. പക്ഷേ ആ പ്രവർത്തനങ്ങൾക്കൊന്നുമില്ലാത്ത വിധം നോമ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫഇന്നഹു ലി. ആ നോമ്പ്, വ്രതാനുഷ്ഠാനം, അത് എനിക്കുള്ളതാകുന്നു എന്ന് അല്ലാഹു പ്രത്യേകമായിട്ട് പറഞ്ഞു. അന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം രേഖപ്പെടുത്തുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്, അതിനൊരു ശ്രേഷ്ഠതയുണ്ട്. ആ പ്രത്യേകതയും ശ്രേഷ്ഠതയും എന്ന് പറയുന്നത്, നോമ്പിന് ഗുണഭോക്താക്കളായി, അതല്ലെങ്കിൽ നോമ്പിന് ദൃക്സാക്ഷികളായി അല്ലാഹു അല്ലാതെ, സൃഷ്ടാവായ റബ്ബല്ലാതെ മറ്റാരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റാരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ആലോചിക്കുക, നമ്മൾ പള്ളിയിൽ വന്ന് നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരം നമ്മുടെ സഹോദരങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ സ്വതക്ക നൽകുമ്പോൾ ആ സ്വതക്ക മറ്റാരും അറിയുന്നില്ല എങ്കിൽ ആ സ്വതക്ക വാങ്ങുന്നയാള് അത് അറിയുന്നുണ്ട്. നമ്മൾ മറ്റെന്ത് തന്നെ ചെയ്താലും, ഹജ്ജ് ചെയ്യുമ്പോഴും മറ്റെന്ത് ചെയ്യുമ്പോഴും അതെല്ലാം മറ്റുള്ള ആളുകൾ വിലയിരുത്തുന്നുണ്ട്. മറ്റുള്ള ആളുകൾക്ക് അവൻ നല്ല നമസ്കാരക്കാരനാണ് എന്ന് അഭിപ്രായം ചോദിച്ചാൽ പറയും, അവൻ ഒരുപാട് സ്വതക്ക ചെയ്യുന്ന, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് മറ്റുള്ള ആളുകൾ ചിലപ്പോൾ പലരെക്കുറിച്ചും അഭിപ്രായം പറയും. എന്നാൽ നമ്മൾ ഇന്ന് വരെ അവൻ നല്ലൊരു നോമ്പുകാരനാണ് എന്ന് ഏതെങ്കിലും ഒരു വ്യക്തി മറ്റു വ്യക്തികളെ കുറിച്ച് പറയുന്നതായി നമ്മൾ കേട്ടിട്ടുണ്ടോ? ആലോചിക്കുക. ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഒരാൾ നോമ്പ് നോറ്റ് നോമ്പുകാരനായി പുറത്ത് ജീവിച്ച് അകക്കളങ്ങളിൽ നോമ്പ് നോൽക്കാതെ ഭക്ഷണവും അതുപോലെ പാനീയങ്ങളും കുടിക്കുവാനുള്ള അവസരം അവനുണ്ട്. അതുപോലെ അല്ലാഹു തആല നോമ്പിന്റെ പകലുകളിൽ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ ഏർപ്പെടാനുള്ള വകുപ്പുകൾ, അതല്ലെങ്കിൽ ആ തരത്തിലുള്ള സാഹചര്യങ്ങൾ അവനുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി നിന്ന് അവൻ നോമ്പ് നോൽക്കുന്നുണ്ട് എങ്കിൽ ആ നോമ്പിനെയാണ് അല്ലാഹു തആല പറഞ്ഞത്, ഫഇന്നഹു ലി. ആ നോമ്പ് എനിക്കുള്ളതാണ്, വഅന അജ്സി ബിഹി, അതിന് ഞാനാണ് പ്രതിഫലം നൽകുക എന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുവാനുള്ള കാരണം അതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നോമ്പുകാരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടു തരം നോമ്പുകാരെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മൻ സ്വാമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ സ്വാമ റമളാൻ, ഒരാൾ റമളാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നു, ഈമാനൻ, ഈമാനോടുകൂടി, വഹ്തിസാബൻ, പ്രതിഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞ മുഴുവൻ പാപങ്ങളും ആ നോമ്പ് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കപ്പെടും എന്നുള്ളതാണ്. നോമ്പുകാലമാകുമ്പോ പത്രമാധ്യമങ്ങളിൽ അതുപോലെ ഉള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പലതും കേൾക്കാറുണ്ട്. ഞാൻ അമുസ്ലിമായ സഹോദരങ്ങൾ അതല്ലെങ്കിൽ മറ്റു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മുസ്ലിം സഹോദരങ്ങളെ പോലെ നോമ്പ് നോൽക്കുന്നു, അതല്ലെങ്കിൽ അപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ശാരീരികമായി ഭൗതികമായി ലഭിക്കുന്ന പലതും ലഭിക്കുമായിരിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഇത് ലഭിക്കണമെങ്കിൽ അവിടെ അല്ലാഹ് പറഞ്ഞൊരു നിബന്ധനയുണ്ട്. ഈമാൻ ഉണ്ടാകണം, വിശ്വാസമുണ്ടാകണം. വഹ്തിസാബൻ, എന്റെ റബ്ബ് എനിക്ക് ഈ പട്ടിണി കിടക്കുന്നതിന് നൽകും, എനിക്ക് നല്ല പ്രതിഫലം നൽകുമെന്നുള്ള പ്രതീക്ഷ, ആ പ്രതീക്ഷയും ഉണ്ടാകണം. ആ വിശ്വാസത്തോടും ഈമാനോടും കൂടി നമ്മൾ നോമ്പ് നോൽക്കുമ്പോഴാണ് നമ്മുടെ നോമ്പ് പരിപൂർണമായിട്ട് മാറുക. നോമ്പിലൂടെ കൊളസ്ട്രോൾ കുറയണം, നോമ്പിലൂടെ ഷുഗർ ഒന്ന് ലെവലാകണം, അതല്ലെങ്കിൽ ശരീരത്തിന്റെ കൊഴുപ്പുകളൊന്ന് കുറയണം, വയറൊന്ന് കുറയണം, ശരീരത്തിന്റെ ഭാരമൊന്ന് കുറയണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഗുഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞു പോയ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് റബ്ബ് പറഞ്ഞ ആ ഒരു ശ്രേഷ്ഠത നമുക്ക് ലഭിക്കുകയില്ല. ഈമാനോടുകൂടി റബ്ബിന് വേണ്ടിയാണെന്നുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ, ആ വിശ്വാസത്തിൽ ഊന്നി ഉറച്ചുകൊണ്ട് നമ്മൾ നോമ്പ് നോൽക്കുമ്പോ റബ്ബിങ്കിൽ നിന്നുള്ള പ്രതിഫലമുണ്ടാകും. ആ പ്രതിഫലം ലഭിക്കുന്നതോടൊപ്പം സ്വാഭാവികമായും ഭൗതികമായ നേട്ടങ്ങളും നമുക്കുണ്ടാകും, ആരോഗ്യപരമായ നേട്ടങ്ങളും നമുക്കുണ്ടാകും. അതും നമുക്ക് റബ്ബി പ്രതിഫലത്തോടൊപ്പം നൽകും എന്നുള്ളതാണ്. ഇത് ഒരു വിഭാഗം നോമ്പുകാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അതുപോലെ അല്ലാഹു തആല പറഞ്ഞു, ഇതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ ഖാമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടുകൂടി അതേപോലെ പ്രതിഫലേച്ഛയോടുകൂടി ഒരാൾ റമളാനിൽ നിന്ന് നമസ്കരിച്ചാൽ, റമളാനിലെ രാത്രി നമസ്കാരങ്ങൾ നമസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞു പോയ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രവാചകൻ പഠിപ്പിച്ച ഇത് ഒരു നോമ്പുകാരെ സംബന്ധിച്ചും ഒരു രാത്രി നമസ്കാരക്കാരെ കുറിച്ചുമാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. മറ്റൊരു കൂട്ടരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റുബ്ബ സ്വാഇമിൻ, എത്ര നോമ്പുകാരാണുള്ളത്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ, അവർക്ക് അവരുടെ നോമ്പ് കൊണ്ട് പട്ടിണിയല്ലാതെ മറ്റൊന്നും അധികമായി ലഭിച്ചിട്ടില്ല. റുബ്ബ ഖായിമിൻ, എത്ര രാത്രി നമസ്കാരക്കാരാണുള്ളത്, ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, അവർക്ക് അവരുടെ രാത്രി നമസ്കാരം കൊണ്ട് ഉറക്കമൊഴിക്കലല്ലാതെ മറ്റൊന്നും ലഭിച്ചിട്ടില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിക്കുക, കഴിഞ്ഞ നോമ്പ് കൊണ്ട് നമുക്ക് പട്ടിണി മാത്രമായിരുന്നോ ലഭിച്ചത്? ആ നോമ്പിൽ നമ്മൾ നേടിയെടുത്ത ഈ മാനികമായ ചൈതന്യം നമ്മളിൽ ഈ നോമ്പ് തുടങ്ങുന്ന അവസരത്തിലും ഈ റമളാൻ ആരംഭിക്കുന്ന അവസരത്തിലും നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. കഴിഞ്ഞ റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുള്ള പല കാര്യങ്ങളും റമളാനിന്റെ പകലുകളിൽ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ അല്ലാഹു തആല നിഷിദ്ധമാക്കിയ പലതിലേക്കും കഴിഞ്ഞ റമളാൻ കഴിഞ്ഞ് ഈ റമളാൻ എത്തുന്നത് വരെ നമ്മൾ എന്തെല്ലാം നിഷിദ്ധങ്ങളിൽ ഏർപ്പെട്ടു എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും ഉദ്ദേശിക്കുന്ന ആ ഈമാനികമായിട്ടുള്ള കാര്യം, അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുള്ള ആ പ്രതിഫലേച്ഛയോടുള്ള കാര്യം, അല്ലാഹു തആല ഉദ്ദേശിച്ച
ആ പൂർണ്ണമായും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന നോമ്പുകാരായി, നമസ്കാരക്കാരായി നമ്മൾ മാറണം. അങ്ങനെ മാറണമെങ്കിൽ റബ്ബുദ്ദേശിച്ച തരത്തിൽ നോമ്പ് നോൽക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നോമ്പ് കൊണ്ട് ഉദ്ദേശിച്ച കാര്യം എന്താ? അള്ളാഹു നമ്മളെ കുറെ കാലം പട്ടിണിക്കിട്ട് പാവപ്പെട്ടവന്റെ വിശപ്പറിയണം എന്നുള്ളതാണ് അള്ളാഹു തആല ഉദ്ദേശിച്ചത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന കൊഴുപ്പുകൾ നഷ്ടപ്പെട്ട് ശരീരമൊന്ന് പുഷ്ടിക്കണം, അതല്ലെങ്കിൽ അതിന്റെ ആരോഗ്യം വീണ്ടെടുക്കണം എന്നുള്ളതാണ് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത്. അല്ല, നോമ്പ് കൊണ്ട് അള്ളാഹു തആല ലക്ഷ്യമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. യാ അയ്യുഹല്ലസീന ആമനു, നോമ്പിൽ സുപരിചിതമായ വചനം, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 183-ാമത്തെ സൂക്തം, റമളാനിന്റെ 1 മുതൽ നമ്മൾ കേൾക്കാനിരിക്കുന്ന വചനം, റമളാനിലെ പല ക്ലാസുകളിലും നമ്മൾ കേൾക്കുന്ന വചനം. യാ അയ്യുഹല്ലസീന ആമനു, വിശ്വാസികളെ, വിശ്വസിച്ചവരെ, കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുത്തിബ അലല്ലസീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ നിങ്ങളുടെ പൂർവികരായിട്ടുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ആ നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായി മാറാൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ. ആ തഖ്വയാണ് നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത്. ആ തഖ്വയാണ് കഴിഞ്ഞ നോമ്പിൽ നമ്മൾ നേടിയെടുത്ത് ഈ നോമ്പ് വരെ കൊണ്ടുവന്നെത്തിക്കേണ്ടിയിരുന്നത്. ആ തഖ്വയായിരുന്നു. അത് നമ്മൾ നേടിയെടുത്തോ? നമ്മൾ ആലോചിക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താണ് തഖ്വ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞൊരു മറുപടിയുണ്ട്. നീ ഒരു വഴിയിലൂടെ നടന്നു നീങ്ങുന്നു, ആ വഴിയിൽ കല്ലുകളും മുള്ളുകളും നിറഞ്ഞിരിക്കുന്ന വഴിയാണ്. ആ വഴിയിൽ നീ നടക്കുമ്പോ കല്ല് കാലിൽ തട്ടാതെ, മുള്ള് കാലിൽ കയറാതെ എപ്രകാരം നിന്റെ പാദങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നുവോ അതാകുന്നു തഖ്വ. നമ്മളിങ്ങനെ നടന്നു നീങ്ങുമ്പോ ഹറാമായ സമ്പാദ്യങ്ങൾ കാണും, നമ്മളിങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ഹറാമായ കാഴ്ചകൾ കാണും, നമ്മളിങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ഹറാമായ കേൾവികൾ കേൾക്കും. ആ ഹറാമായ കേൾവികളും ഹറാമായ കാഴ്ചകളും ഹറാമായ കാര്യങ്ങളും കേൾക്കുമ്പോൾ, കാണുമ്പോൾ അതിനോടൊക്കെ ഇതൊക്കെ എന്റെ റബ്ബെനിക്ക് നിഷിദ്ധമാക്കിയതാണ് എന്ന് പറഞ്ഞ് മാറി നടക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ തഖ്വയുള്ളവരായി മാറുക. അങ്ങനെ നമുക്ക് കഴിഞ്ഞ നോമ്പ് കഴിഞ്ഞ് ഈ നോമ്പ് വരെ അപ്രകാരം സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം ആലോചിക്കുക. അള്ളാഹു നമ്മോട് കാണരുത്, പോകരുത്, അടുക്കരുത്, കേൾക്കരുത്, ചിന്തിക്കരുത് എന്നെല്ലാം പറഞ്ഞ് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ എത്ര കണ്ട് സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടാകേണ്ട ഒന്നാണ് ആ സൂക്ഷ്മത. അത് അങ്ങേയറ്റം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവൃത്തികളിൽ ഉണ്ടാകണം. നോമ്പിലൂടെ നാം കൈവരിക്കേണ്ട ഏറ്റവും വലിയ നേട്ടമാണ് ആ തഖ്വ എന്നുള്ളത്, ആ സൂക്ഷ്മത എന്നുള്ളത്. അത് നമ്മുടെ ഓരോ സംസാരത്തിലും, അത് നമ്മുടെ ഓരോ വാക്കിലും, ഓരോ നോട്ടത്തിലും, ഓരോ പ്രവൃത്തിയിലും അതുണ്ടാകണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് ഇപ്രകാരം വായിച്ചെടുക്കാം. മല്ലം യദു ഖൗല സുർ വഅമല ബിഹി, ചീത്തയായ മോശമായ ഒരു വാക്യം അതല്ലെങ്കിൽ അപ്രകാരമുള്ള സംസാരങ്ങൾ ഒരാൾ ഒഴിവാക്കുന്നില്ല, അപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കുന്നില്ല. ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തുആമ വശറാബിഹി, അവനെ പട്ടിണി കിടക്കുന്നത് കൊണ്ട്, അവൻ ഭക്ഷണവും വെള്ളവും വേണ്ട എന്ന് വെക്കുന്നത് കൊണ്ട് അള്ളാഹ്ക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, അള്ളാഹ്ക്ക് പ്രത്യേകിച്ച് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ നോമ്പ് കാലത്ത് അല്ലാഹു തആല ഹലാലാക്കിയ ഭക്ഷണം, അല്ലാഹു തആല ഹലാലാക്കിയ പാനീയം, അല്ലാഹു തആല ഹലാലാക്കിയ മാർഗത്തിലൂടെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ട എന്ന് നോമ്പിന്റെ പകലുകളിൽ വെക്കുന്നുണ്ട് എങ്കിൽ, അല്ലാഹു തആല നിഷിദ്ധമാക്കിയ മോശമായ വാക്കുകളും മോശമായ പ്രവർത്തികളും വേണ്ട എന്ന് വെക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമ്മൾ വെറുതെ ഭക്ഷണം ഒഴിവാക്കിയത് കൊണ്ടോ പാനീയം ഒഴിവാക്കിയത് കൊണ്ടോ പടച്ച റബ്ബിന് അതുകൊണ്ടൊന്നും പ്രത്യേകിച്ചൊരു കാര്യവുമില്ല എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു ആമിർ ഇബ്നു റബീഅ
റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് എന്റെ ഉമ്മ എന്നെ വിളിച്ചു, അബ്ദുള്ള, നീ ഇവിടെ വരികയാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു സാധനമുണ്ട്, ഞാനത് നിനക്ക് നൽകാമെന്ന് എന്റെ ഉമ്മ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയോട് ചോദിച്ചു, എന്തെങ്കിലും കൊടുക്കുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? അതെ, ഞാൻ കൊടുക്കുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം റൊട്ടിയാണ് പ്രവാചകരെ എന്ന് അവിടുന്ന് മറുപടി പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അമാ ഇന്നകി ലൗ ദഅഉതിഹി ലിഗൈറി ഷൈഇൻ കുതിബത അലൈകി കസിബത്തുൻ. നിങ്ങൾ ആ കുട്ടിയെ അങ്ങനെ വിളിക്കുന്നു, നിങ്ങൾ കൊടുക്കുവാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിങ്ങളുടെ മേൽ കളവായി രേഖപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ ഒരു സൂക്ഷ്മതയുണ്ടല്ലോ, ജീവിതത്തിലെ ഏറ്റവും ചെറിയ, ഏറ്റവും നിസ്സാരമായി നമ്മൾ കാണുന്ന ചെറിയ കാര്യങ്ങൾ. കുട്ടികൾക്കൊക്കെ നമ്മൾ വാഗ്ദാനം നൽകും, ഉപ്പ വന്നിട്ട് പുറത്തു കൊണ്ടുപോകാം, ഉപ്പ ജോലി കഴിഞ്ഞ് വന്നാൽ നമുക്ക് കറങ്ങാൻ പോകാം, ഉപ്പ വരുമ്പോൾ മുട്ടായി കൊണ്ടുവരാം, ഉപ്പ വരുമ്പോ ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടുവരാം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മൾ അത് പലപ്പോഴും മറന്നിട്ടാകും വീട്ടിലേക്ക് വരുന്നത്. നമ്മൾ കൊടുത്ത വാഗ്ദാനങ്ങൾ ആ കുട്ടിയോട് ലംഘിക്കപ്പെടും. കുട്ടിയല്ലേ, ചെറുതല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിസ്സാരവൽക്കരിക്കും. പക്ഷേ അതുപോലും കളവായി രേഖപ്പെടുത്തുമെന്ന് പഠിപ്പിച്ച മതത്തിന്റെ വക്താക്കളാണ്. അതുപോലും കളവായി രേഖപ്പെടുത്തുമെന്ന് പഠിപ്പിച്ച തിരുദൂതർ ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളരെ നിസ്സാരമായി എന്തെല്ലാം കാര്യങ്ങളെ നമ്മൾ കാണുന്നു, ഏതെല്ലാം കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നു. അങ്ങനെ നിസ്സാരവൽക്കരിച്ച് ഒഴിവാക്കുവാനുള്ളതല്ല അപ്രകാരമുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ചെറിയ കാര്യങ്ങളിൽ പോലും ഉള്ളൊരു സൂക്ഷ്മത, തഖ്വ, അതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ബഖറയിൽ 185, 86 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ്. റമളാനിലാണ് ജനങ്ങൾക്ക് മാർഗദർശനമായ ഖുർആൻ ഇറങ്ങിയത് എന്നൊക്കെ പറഞ്ഞ്, എന്നിട്ട് നോമ്പിന്റെ ചില വിധിവിലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 185-ാമത്തെ സൂക്തത്തിൽ പറഞ്ഞിട്ട് 186-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പറഞ്ഞൊരു കാര്യമുണ്ട്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യുർഷദൂൻ. അല്ലാഹു തആല പറയുകയാണ്, നോമ്പിന്റെ വിധിവിലക്കുകളൊക്കെ പറഞ്ഞ് നോമ്പിനെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ട് റബ്ബ് പറയുന്നു, എന്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പ്രവാചകരെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, എന്റെ അടിമയോട് ഏറ്റവും അടുത്തവനാണ് ഞാൻ. എന്റെ അടിമ എന്തെന്നോട് ചോദിക്കുന്നുണ്ടോ അതിന് ഞാൻ ഉത്തരം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്, ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ റമളാൻ മാസത്തിൽ അല്ലാത്ത സമയത്തിലും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കേണ്ട ഒന്നാണ് പ്രാർത്ഥന എന്നുള്ളത്. എന്തിനും ഏതിനും റബ്ബിനോട് സമീപിക്കുവാൻ നമുക്ക് സാധിക്കണം. എത്ര പറഞ്ഞാലും മടുക്കാത്ത റബ്ബ്, എത്ര ചോദിച്ചാലും മടുക്കാത്ത റബ്ബ്, ആ റബ്ബിനെക്കാളും വലിയ മുതലാളിയുണ്ടോ? ആ റബ്ബിനെക്കാളും വലിയ കാരുണ്യവാനുണ്ടോ? ആ റബ്ബിനെക്കാളും വലിയ നീതിമാനുണ്ടോ? ആ റബ്ബിനെക്കാളും വലിയ നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നവനായി മറ്റാരെങ്കിലും ഉണ്ട്? ആരുമില്ല. അതുകൊണ്ടെല്ലാം റബ്ബിങ്കിലേക്ക് തുറന്നു പറയാൻ നമ്മൾ തയ്യാറാകണം. ആഗ്രഹങ്ങൾ റബ്ബിനോട് ചോദിക്കണം, അഭിലാഷങ്ങൾ റബ്ബിനോട് ചോദിക്കണം, എല്ലാം അക്കമിട്ട് എണ്ണി 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 റബ്ബിനോട് ചോദിക്കണം. പരിശുദ്ധമായ റമളാൻ മാസമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പുണ്യങ്ങൾ വാരിക്കോരിത്തരുന്ന മാസമാണ്. ഈ മാസങ്ങളിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും റബ്ബിനോട് എണ്ണി എണ്ണി ചോദിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മൾ മറന്നു പോകുമെങ്കിൽ നമ്മളൊരു ബുക്കെടുത്ത്, ഒരു പേനയെടുത്ത്, പേപ്പർ എടുത്ത് റബ്ബിനോട് എന്തൊക്കെ ചോദിക്കണമെന്ന് കൃത്യമായി എഴുതി നമ്മുടെ ആഗ്രഹങ്ങൾ, വീടാകട്ടെ, ആ വീടിന്റെ നിലകളുടെ സ്ക്വയർ ഫീറ്റിന്റെ വലിപ്പമാകട്ടെ, എല്ലാം റബ്ബിനോട് പറയാൻ നമുക്ക് സാധിക്കണം. ഒരു കാർ ആവശ്യപ്പെടുമ്പോൾ ആ കാറിന്റെ ബ്രാൻഡ് നെയിമും മോഡൽ നമ്പറും പറഞ്ഞ് റബ്ബിനോട് ചോദിക്കാൻ നമുക്ക് തയ്യാറാകണം. നമ്മുടെ റബ്ബ് നമുക്ക് നൽകും, നമ്മുടെ റബ്ബ് നമുക്ക് നൽകും.
എന്ന ഉറപ്പോടെ പ്രതീക്ഷയോടെ റബ്ബിനോട് നിരന്തരമായിട്ട് ചോദിക്കുവാൻ നമുക്ക് സാധിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമ്മെ പഠിപ്പിച്ചു, ഇദാ സഅല അഹദുക്കും ഫൽയുക്സിർ ഫഇന്നഹു യസ്അലു റബ്ബുഹു. നിങ്ങൾ റബ്ബിനോട് ചോദിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ചോദിക്കുക. കാരണം നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ റബ്ബിനോടാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥനകൾ അത് ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറക്കുവാൻ, മാറ്റിവെക്കുവാൻ പാടില്ല. ഏത് നേരത്തും ഏത് സമയത്തും റബ്ബിനോട് പ്രാർത്ഥിക്കണം. കുടുംബത്തിന് വേണ്ടി ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താണ്? മൂത്താപ്പ് എന്ന് സ്നേഹത്തോടെ വിളിച്ച, ഉമ്മൂമ്മ എന്ന് സ്നേഹത്തോടെ വിളിച്ച, ഉമ്മമ്മ എന്ന് സ്നേഹത്തോടെ വിളിച്ച ആളുകളെ ഒരു 23 വയസ്സുകാരൻ ചെയ്തു വെച്ച പ്രവണതകളെ, പ്രവർത്തനങ്ങളെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു. നമ്മുടെ കുടുംബത്തിലേക്ക് വരില്ല എന്ന് കരുതിയിരിക്കുന്നുണ്ടോ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ? നമ്മൾ സൂക്ഷിക്കണം. റമളാനിൽ നമ്മുടെ കുടുംബത്തിൽ മാറ്റമുണ്ടാകണം, വിപ്ലവകരമായ മാറ്റമുണ്ടാകണം. ഉപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ചിരുന്ന ഖുർആൻ പഠിക്കുകയും വായിക്കുകയും ഓതുകയും അമാനി മൗലവിയുടെ തഫ്സീർ എടുത്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയും ആശയങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കുടുംബാന്തരീക്ഷം നമ്മളിൽ ഉണ്ടാകണം. അത്താഴത്തിന് എണീക്കുമ്പോ മക്കളോട് കാര്യങ്ങൾ ചോദിച്ച്, നോമ്പിന്റെ വിശേഷങ്ങൾ ചോദിച്ച് കൃത്യമായി മക്കളോടൊപ്പം പള്ളിയിലേക്കും ജമാഅത്തിനും വരുന്ന ഒരു സംവിധാനം നമ്മൾ നമ്മുടെ വീടുകളിൽ ഒരുക്കണം പ്രിയപ്പെട്ടവരെ. ആ നമസ്കാരവും നോമ്പും ഖുർആനികമായ ബന്ധവും നമ്മുടെ മക്കളോട് ഉണ്ടാകുമ്പോ പിന്നെ എങ്ങനെയാണ് ആ മക്കളിൽ മോശമായ പ്രവണതകൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ സ്വഹാബയോട് ചോദിക്കുകയാണ്, അലാ അദുല്ലുക്കും അലാ അഫ്ളലി മിൻ ദറജത്തി സ്വലാത്തി വസ്സിയാമി വസ്സദഖ. പ്രവാചകൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ നമസ്കാരത്തെക്കാളും ശ്രേഷ്ഠമായ, അതല്ലെങ്കിൽ നമസ്കാരത്തിന്റെ പദവിയോളം അത്രയും ദറജ ലഭിക്കുന്ന ഒരു പ്രവർത്തനം, അതേപോലെ നോമ്പിന്റെ പദവിയോളം ദറജ ലഭിക്കുന്ന ഒരു പ്രവർത്തനം ഞാൻ പറഞ്ഞു തരട്ടെയോ? സ്വദഖയുടെ അത്രയും ദറജ ലഭിക്കുന്ന ഒരു പ്രതിഫലം ലഭിക്കുന്ന ഒരു പ്രവൃത്തി ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് പ്രവാചകൻ സ്വഹാബികളോട് ചോദിക്കുന്നു. ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരണം പ്രവാചകരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ ഇസ്ലാഹു ദാതി ബൈനി ഫഇന്ന ഫസാദി ദാതി ബൈനി ഹിയ അൽ ഹാലിഖ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക, ആളുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കുക എന്നുള്ളത്, വിട്ടുപിരിഞ്ഞ വേർപിരിഞ്ഞ ആളുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കുക എന്നുള്ളത് നോമ്പിനോടൊപ്പം, സ്വദഖയോടൊപ്പം, നമസ്കാരത്തോടൊപ്പം അതിന്റെ ദറജകൾക്കൊപ്പമാണ് അതിന്റെ ദറജയെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങൾ തമ്മിൽ എന്താണ് സഹോദരൻ? സഹ ഉദരത്തിൽ പങ്കുവെച്ച് ഒരേ ഉദരത്തിൽ പിറന്നവനാണ് സഹോദരൻ. ആ സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം മിണ്ടുന്നില്ല. എന്തിന്റെ പേരിൽ? അര സെന്റിന്റെ പേരിൽ, 1000 രൂപയുടെ പേരിൽ, 10,000ന്റെ പേരിൽ സഹോദരങ്ങൾ തമ്മിൽ സലാം പറയുന്നില്ല, മിണ്ടുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിൽ ഉണ്ട് എങ്കിൽ റമളാനിന് മുമ്പ് ആ സഹോദരനെ ചേർത്ത് പിടിച്ച് ഒന്ന് വാരിപ്പുണർന്ന് ആ സഹോദരനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ല എങ്കിൽ നമ്മുടെ നോമ്പുകൾ ഉയർത്തപ്പെടുകയില്ല, നമ്മുടെ നോമ്പുകൾ റബ്ബ് സ്വീകരിക്കുകയില്ല. നമ്മുടെ രാത്രി നമസ്കാരങ്ങൾ അത് വെറും ഉറക്കമൊഴിക്കലായി, നമ്മുടെ നോമ്പ് വെറും പട്ടിണിയായി മാറും തീർച്ച. അതുകൊണ്ട് നോമ്പിന് മുമ്പ് സഹോദരനെ പോയി, സഹോദരിമാരെ പോയി, അതുപോലെ കുടുംബങ്ങളെ പോയി കണ്ട്, അയൽവാസികളെ പോയി കണ്ട് പ്രശ്നങ്ങളുണ്ടോ സംസാരിച്ച് പരിഹരിക്കാൻ നമുക്ക് സാധിക്കണം. മക്കൾക്ക് കുടുംബ ബന്ധങ്ങളുടെ പവിത്രതകൾ പറഞ്ഞു കൊടുക്കണം, അവരെയും കൊണ്ടുപോകണം. അവരുടെ എളാപ്പയുടെ, അവരുടെ മൂത്താപ്പയുടെ അടുക്കലേക്ക് അവരെയും കൊണ്ടുപോകണം. അവർക്ക് ഉമ്മ ഉപ്പ, അവര് വാർദ്ധക്യ സഹജമായ രോഗത്തിൽ കഴിയുന്ന, ബുദ്ധിമുട്ടിൽ കഴിയുന്ന വല്യമ്മയെ വല്യപ്പയെ പരിചരിക്കുന്നത് മക്കൾ കണ്ണുകൊണ്ട് കാണണം, അവരെ ചേർത്ത് പിടിക്കുന്നത് മക്കൾ കാണണം. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ എങ്ങനെയാണ് ധിക്കാരങ്ങളും വലിയവരെ അനാദരിക്കലും ഉണ്ടാവുക നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് കുടുംബങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കുവാൻ, സഹോദരങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കുവാൻ, അറ്റുപോയ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ഈ നോമ്പിന് മുമ്പേ നമ്മൾ തയ്യാറാകണം. അല്ലെങ്കിൽ നമ്മുടെ നോമ്പ് അത് വെറും പട്ടിണിയായി മാറും.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി നോമ്പ് നോറ്റ് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബതിഹി അജ്മഈൻ വബഅദ്. ഊസിക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കിയ ഈ റമളാനിൽ എത്ര കണ്ട് പുണ്യങ്ങൾ ചെയ്തു കൂട്ടുവാൻ നമുക്ക് സാധിക്കുമോ അതൊക്കെ നമ്മൾ പരമാവധി ചെയ്യുകയും അത് അടുത്ത റമളാൻ വരെ നിലനിർത്തുവാനുള്ള ഒരു പരിശ്രമം നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യണം. നമ്മുടെ വീടുകളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ വീടുകളിൽ പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ് നനച്ചുകുളി, അതുപോലെയുള്ള കാര്യങ്ങൾ. വീടൊക്കെ വൃത്തിയാക്കി മൂലയും ഓരോ കോർണറും ഓരോ പാത്രവും എല്ലാം വൃത്തിയാക്കി ശുദ്ധമാക്കി നമ്മൾ വെക്കും. നമ്മുടെ ഹൃദയങ്ങൾ നമ്മൾ അതിന് കണ്ടൊരുക്കിയിട്ടുണ്ടോ എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ആലോചിച്ച്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടുംബ ബന്ധങ്ങളെ, അയൽപ്പക്ക ബന്ധങ്ങളെ, അതുപോലെയുള്ള എല്ലാ ബന്ധങ്ങളെയും ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെയാണ് എല്ലാ വാതിലുകളിൽ നിന്നും മലായിക്കത്തുകൾ സ്വീകരിക്കുക. നോമ്പുകാർക്ക് റയ്യാൻ എന്ന കവാടമുണ്ട്. അങ്ങനെ പല ആളുകൾക്കും പല കവാടങ്ങളും അല്ലാഹു തആല നാളെ സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിന്റെ മുഴുവൻ കവാടങ്ങളിൽ നിന്നും അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ സ്വീകരിക്കുക കുടുംബസമേതം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരെയാണ്. നമ്മുടെ കുടുംബവും അപ്രകാരം സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ നന്മകൾ വിളയാടണം. നമ്മുടെ കുടുംബങ്ങളിൽ നല്ല ചിന്തകൾ ഉണ്ടാകണം. ഖുർആനികമായ നമസ്കാരമുള്ള പ്രാർത്ഥനകളുള്ള കുടുംബമായി നമ്മുടെ കുടുംബം മാറണം. ഉപ്പ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്നത് മക്കൾ കാണണം. മക്കളെ ചേർത്ത് പിടിച്ച് മടിയിൽ വെച്ച് ചെറുപ്പം മുതലേ ആ ഖുർആനിന്റെ ഓരോ വാക്യങ്ങളും പറഞ്ഞുകൊടുത്ത് പരിശീലിപ്പിക്കണം. അതിന്റെ അർത്ഥങ്ങൾ, വ്യാഖ്യാനങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം. ഓരോ വഖ്ത് നമസ്കാരത്തെ സംബന്ധിച്ച് മക്കളോട് നിരന്തരമായി ഉണർത്തിക്കൊണ്ടേയിരിക്കണം. അതിനൊക്കെയുള്ള ഒരു മാറ്റത്തിന്റെ ഒരു മാസമായി റമളാൻ മാറണം. കഴിഞ്ഞ റമളാനിൽ മാറണമെന്ന് നമ്മൾ കരുതി, കഴിഞ്ഞ റമളാൻ കഴിഞ്ഞു, ഈ റമളാൻ എത്തി. നമ്മുടെ എല്ലാം സ്ഥിതി എന്താ എന്ന് ഞാനും നിങ്ങളും സ്വയം ആലോചിക്കുക. ഈ റമളാനും അതുപോലെയാക്കി കളയരുത് എന്നുള്ള ഒരപേക്ഷയാണ് എല്ലാവരോടുമായിട്ടുള്ളത്. അതുകൊണ്ട് റമളാനിനെ അതിനെ നല്ല നിലയിൽ സ്വീകരിക്കുവാനും ആ റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതുപോലെ നോമ്പ് നോറ്റ് തഖ്വ നേടി ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി നോമ്പ് നോറ്റ് പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള അവസരം നമുക്ക് ലഭിക്കണമെങ്കിൽ കൃത്യമായി അല്ലാഹു ഉദ്ദേശിച്ച ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യത്തിലേക്ക്, തഖ്വ എന്ന ആ ഒരു മൂല്യത്തിലേക്ക് ഉയരുവാൻ നമുക്ക് നമ്മുടെ നോമ്പ് കൊണ്ട് സാധിക്കണം. ഹറാമുകളിൽ നിന്നും നിഷിദ്ധങ്ങളിൽ നിന്നും മാറി നടക്കുവാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഏറെ പൊറുക്കുന്ന രക്ഷിതാവ്, എല്ലാം അറിയുന്ന തമ്പുരാനെ, പരിശുദ്ധ റമളാൻ ഞങ്ങളിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ റമളാനിൽ പൂർണ്ണമായിട്ട് നോമ്പ് നോൽക്കുവാനും ഒരു റമളാൻ കൂടുതലായി ലഭിക്കുവാനുള്ള അവസരം നീ ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഒരുപാട് പാപങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യമായും ചെയ്തു പോയിട്ടുണ്ട്. മുഴുവൻ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ.
റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, നേതാക്കൾ, അവരുടെ എല്ലാം ഖബറിടം നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുന്ന റഹ്മാനെ, നാളെ ഞങ്ങളും ബർസഖിന്റെ ലോകത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ സ്വർഗത്തോപ്പാക്കി ഞങ്ങളുടെ ബർസഖിന്റെ ലോകം നീ മാറ്റി അനുഗ്രഹിക്കുകയും ചെയ്യുന്ന റഹ്മാനെ, ജന്നാത്തുൽ ഫിർദൗസിൽ ഒരിടം നീ ഞങ്ങൾക്ക് ഒരുക്കി നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നരകാഗ്നിയെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. സ്വർഗത്തിന്റെ മുഴുവൻ കവാടങ്ങളിലൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കുടുംബമായി ഞങ്ങളുടെ കുടുംബത്തെ നീ മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. കൺകുളിർമയുള്ള കുടുംബമായി ഞങ്ങളുടെ ഇണകളെയും മക്കളെയും നീ മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد والحمد لله رب العالمين والسلام على المرسلين.